നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉമ്മൻചാണ്ടി സർക്കാർ കൊള്ളസംഘമായി മാറിയതായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി കേരളത്തെ തകർത്തതായും പിണറായി. കോൺഗ്രസ് സാധ്യതാ പട്ടിക പുറത്തുവിട്ടു. പുതുമയിൽ സുധാകരൻ തന്നെ. വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രോജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന്റെ സമഗ്ര വികസനം. LDFന്റെ നേതൃത്വത്തിൽ ധർണാ സമരം. വാർത്തകൾ വിശദമായി. ഉമ്മൻചാണ്ടി സർക്കാർ കൊള്ളസംഘമായി മാറിയതായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് അഴീക്കോടൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചീഫ് സെക്രട്ടറിക്ക് വരെ വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കവയത്രി സുഗതകുമാരി പോലും UDF സർക്കാരിൽ അവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 40ാം വാർഷികാഘോഷത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഗവൺമെന്റ് സർവീസിലേക്കും മറ്റും റിക്രൂട്ട് ചെയ്യുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ജോലി എവിടെയും ലഭിക്കുന്നില്ല. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയും അതിലെ അംഗങ്ങളെയും കാണാൻ കഴിയും. അഴീക്കോടൻ സ്മാരക മന്ദിരം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M. പൊക്ലൻ അധ്യക്ഷനായി. AK നാരായണൻ, KP സതീശചന്ദ്രൻ, VV രമേശൻ, P. നാരായണൻ, P. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ശിവജി വെള്ളിക്കോത്ത് സ്വാഗതവും ജയൻ വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. വേതന വർധന ആവശ്യപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രോജക്ട് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, NREG വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ്, NREG വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ്. ചൊവ്വാഴ്ച രാവിലെ നടന്ന മാർച്ചിൽ സ്ത്രീ തൊഴിലാളികളടക്കം നിരവധി പേരാണ് അണിനിരന്നത്. മാർച്ച് NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ അവകാശത്തെ കഴിഞ്ഞ 8 വർഷക്കാലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. 100 ദിവസം തൊഴിൽ കിട്ടുന്നത് ഇത്തവണ 1,46,000 ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അതൊരു 3.5 ലക്ഷമായിരുന്നു. അതിന് മുമ്പത്തെ വർഷം 4.25 ലക്ഷമായിരുന്നു. എന്നാൽ ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് 100 ദിവസം തൊഴിൽ കിട്ടിയിട്ടുള്ളത് കേവലം 10% താഴെ തൊഴിലാളികൾക്ക് മാത്രമാണ്. ഇത് നമ്മുടെ അവകാശത്തെ പിച്ചു ചീന്തുകയാണ്. 100 ദിവസം തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ളത് പോകട്ടെ, 10, 50, 60 ദിവസം ഒരു വർഷം തൊഴിൽ കിട്ടിയാൽ അതിൽ 30, 40 ദിവസം കുടിശ്ശികയായി കിടക്കുകയാണ്. TMA കരീം അധ്യക്ഷത വഹിച്ചു. കൂലിക്കുടിശ്ശിക ഉടൻ അനുവദിക്കുക, NREG നിയമം സംരക്ഷിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. യൂണിയൻ നേതാക്കളായ M. രാജൻ, CK കുമാരൻ, സുബ്ബണ്ണ ആൾവ, ജയകുമാരി ബേബി, C. കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. LDF മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ചൊവ്വാഴ്ച 10:30 മുതൽ 5 മണി വരെയായിരുന്നു പ്രതിഷേധ ധർണ. അപകടമരണം തുടർക്കഥയാവുന്ന മഞ്ചേശ്വരം വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് LDF മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരം CPM ജില്ലാ കമ്മിറ്റി മെമ്പർ KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. 5 ವರ್ಷದ മുമ്പ് രണ്ടുസാഗരത്തെ ആദ്യമായിട്ട് ಮಂಜೇಶ್ವರದ ಆಯ್ಕೆಯಾಗಿದ್ದ CH ಕುഞ്ഞം MLA ಆಗಿ ಮುಖ್ಯವಾದದ್ದು ಮಂಜೇಶ್ವರದ ಮಾರಾಟರಿಗೆ ಚೆಕ್ ಪೋಸ್ಟ್ ಅದು ಬಂದ್ ಮಾಡೋದು ಪ್ರಜೆಯ ಚರ್ಚೆ ಪ್ರಾರಂಭವಾಯಿತು. കേരള വിധാനസഭയുടെ ചെക്ക് പോസ്റ്റ് ശോചനീയ അവസ്ഥയുടെ സബ്മിഷൻ കൊണ്ടുവരപ്പെടുള്ള ആ സബ്മിഷൻ ആധാരമാണെന്നോ ചർച്ച മണപ്പുള്ള ആ അടിസ്ഥാനമാണെന്നോ കേരള ಹಣಕಾಸು ಮಂತ್ರಿಯಾದ ಡಾಕ್ಟರ್ ಥೋಮಸ್ ಐಸಕ್ ಚೆಕ್ ಪೋಸ್ಟ್ ಮೋದಿ ಸರ್ದಿ ಸಂದರ್ಶನ ಮಣಪುള്ള ಚೆಕ್ ಪೋಸ್ಟ್ ಅಭಿವೃದ್ಧಿಯಾದ ಬಂದಪಾಡು ಪದ್ಧತಿ ಆವಿಷ್ಕಾರ ಮಾಡಿ ತೀರ್ಮಾನ ಮಾಡಿಕೊಂಡಿರೋ ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ INL നേതാവ് സഫറുള്ള പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ചെക്ക് പോസ്റ്റിന് വേണ്ടി മുൻപ് ഏറ്റെടുത്ത സ്ഥലം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി
ശോച്യാവസ്ഥ പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM നേതാക്കളായ അബൂബക്കർ, ബേബി ഷെട്ടി, അബ്ദുൾ റസാഖ് ചിപ്പാർ, രമണൻ മാസ്റ്റർ, RK ശ്രീധർ, മുസ്തഫ, VB രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമാപന യോഗം BV രാജൻ ഉദ്ഘാടനം ചെയ്തു. അച്ചടി മേഖലയെ സംരക്ഷിക്കുന്നതിനായി ചാർജ് 25% വർദ്ധിപ്പിക്കുമെന്ന് പ്രിന്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നും നേതാക്കൾ പറഞ്ഞു. അച്ചടി സംബന്ധമായ അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവും നിത്യോപയോഗ വസ്തുക്കളുടെയും കെട്ടിട വാടകയും മറ്റ് ചെലവുകളുടെയും വർധനവ് കാരണം ഈ മേഖല പ്രതിസന്ധിയെ നേരിടുകയാണ്. പേപ്പറിന്റെയും അച്ചടി സാമഗ്രികളുടെയും വില ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ അച്ചടി ജോലിയുടെ നിരക്കിലും ചെറിയ രീതിയിൽ വർധനവ് വരുത്താൻ നിർബന്ധിതമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് പ്രിന്റിംഗ് മേഖലയിൽ വർഷം തോറും നിരക്ക് വർധനവുണ്ടാക്കാറുണ്ടെങ്കിലും ജില്ലയിൽ 2010 ശേഷം വർധനവ് വരുത്തിയിട്ടില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. അച്ചടി സംബന്ധമായ അസംസ്കൃത വസ്തുക്കൾ, പേപ്പർ, മഷി തുടങ്ങിയവയുടെ വില വർധനവും പിന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളുടെ ശമ്പളവും ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനനുസരിച്ച് തന്നെ തൊഴിലാളികൾക്ക് ന്യായമായും ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു 25% നിലവിലുള്ള റേറ്റിൽ നിന്നും ഒരു 25% വർധനവ് വരുത്താനാണ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതുക്കിയ ചാർട്ട് തയ്യാറാക്കിയിട്ട് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ ഞങ്ങളുടെ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സിബി കൊടിയങ്കുന്നേൽ, N കേളു നമ്പ്യാർ, അനൂപ് കളനാട്, K പ്രഭാകരൻ, അശോക് കുമാർ, സിറാജുദ്ദീൻ, റെജി മാത്യു, പ്രജിത് മേലത്ത്, ജനാർദ്ദനൻ മേലത്ത് എന്നിവർ പങ്കെടുത്തു. മന്നിപ്പാടി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നൂതന വിഗ്രഹ പ്രതിഷ്ഠ മഹോത്സവം ഏപ്രിൽ 1 മുതൽ 5 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളും നടക്കും. ബ്രഹ്മശ്രീ B കേശവാചാര്യ അവർകളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഏപ്രിൽ 1 തീയതി രാവിലെ 9:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകുന്നേരം 3 മണിക്ക് ഉളിയത്തടുക്ക ശ്രീ ശക്തി ഭജന മന്ദിരത്തിൽ നിന്നും ദേവിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള കലവറ ഘോഷയാത്രയും ഏപ്രിൽ 2 തീയതി രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടെ വിവിധങ്ങളായ വൈദിക പരിപാടികൾ നടക്കും. അന്നേ ദിവസം രാത്രി 8 മണിക്ക് നന്മ പയ്യന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടറിവ് പാട്ടുകൾ ഉണ്ടായിരിക്കും. ഏപ്രിൽ 5 വൈകുന്നേരം 3 മണിക്ക് ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാടോടുകൂടി ಉತ್ಸವത്തിന് ಸಮಾಪನವಾಗುം. ನೂತನ ವಿಗ್ರಹ ಪ್ರತಿಷ್ಠಾ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಇದೇ ಬರುವ ತಾರೀಕು ಏಪ್ರಿಲ್ 1ರಿಂದ ಏಪ್ರಿಲ್ 5 ತನಕ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಊರ ಹಾಗೂ ಪರ ಊರ ಭಕ್ತಾಭಿಮಾನಿಗಳ ಸಹಾಯದಿಂದ ಮಾಡಲಿಕ್ಕೆ ನಾವು ತೀರ್ಮಾನಿಸಿದ್ದೇವೆ. ಇದರ ತಂತ್ರಿವರ್ಯರು ಬ್ರಹ್ಮಶ್ರೀ ಪುರೋಹಿತರತ್ನ B ಕೇಶವಾಚಾರ್ಯರ ನೇತೃತ್ವದಲ್ಲಿ ವಿವಿಧ ವೈದಿಕ, ಧಾರ್ಮಿಕ, ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ನಡೆಯಲಿದೆ. ಅದೇ ರೀತಿ 3/4/2016 ಆದಿತ್ಯವಾರ ಪೂರ್ವಾಹ್ನ ಗಂಟೆ 9:17ರಿಂದ 9:57 ನಡೆಯುವ ವೃಷಭ ಲಗ್ನ ಶುಭಮುಹೂರ್ತದಲ್ಲಿ ಶ್ರೀ ದುರ್ಗಾ ಪರಮೇಶ್ವರಿ ದೇವಿಯ ನೂತನ ವಿಗ್ರಹ ಪ್ರತಿಷ್ಠೆ, ಪರಿವಾರ ಶಕ್ತಿಗಳ ಪುನರ್ ಪ್ರತಿಷ್ಠೆ ಹಾಗೂ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ನಡೆಯಲಿಕ್ಕಿದೆ. വാർത്താ സമ്മേളനത്തിൽ രാമപ്പ മഞ്ചേശ്വരം, K ഉമേഷ്, ചന്ദ്രഹാസ, K നാരായണ എന്നിവർ പങ്കെടുത്തു. ഇനി കൊടിപ്പൂരം. കോൺഗ്രസ് സാധ്യതാ ലിസ്റ്റ് പുറത്തുവിട്ടു. ഉദുമയിൽ K സുധാകരൻ തന്നെ മത്സരിക്കും. 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. തർക്കങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ 40 മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടികയാണ് പുറത്തുവിട്ടത്. 17 മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഉദുമയിൽ സുധാകരന്റെ പേര് മാത്രം ബാക്കിയായതോടെ ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വത്തിനാണ് അവസാനമുണ്ടാകുന്നത്. ഉദുമയിൽ സുധാകരൻ സ്ഥാനാർത്ഥിയാവുന്നതിനെതിരെ ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. സുധാകരൻ സ്വയം സ്ഥാനാർത്ഥിത്വം ചമയുകയാണെന്നായിരുന്നു
രാമകൃഷ്ണന്റെ ആരോപണം. രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെ താൻ സ്ഥാനാർത്ഥിയാവുന്നില്ലെന്ന് പറഞ്ഞ് സുധാകരൻ കണ്ണൂരിലേക്ക് തിരിച്ചുപോയി. ഇതോടെ സുധാകരനെ അനുകൂലിക്കുന്നവർ രാമകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. 4 ആളുകളുടെ പിന്തുണ പോലുമില്ലാത്ത രാമകൃഷ്ണനെ കാസർഗോട്ട് കാൽകുത്താൻ അനുവദിക്കില്ലെന്ന പ്രസ്താവനയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെ രംഗം കൂടുതൽ വഷളായി. സുധാകരൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടു. DCC സെക്രട്ടറി ബാലകൃഷ്ണൻ പേരിയ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ എന്നിവരുടെ പേരും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർന്നു വന്നു. ഒടുവിൽ ആകാംക്ഷകൾക്കും ചർച്ചകൾക്കും അറുതി വരുത്തിക്കൊണ്ടാണ് K സുധാകരന്റെ പേര് KPCC പുറത്തുവിട്ടത്. CPMന്റെ ഉരുക്കുകോട്ടയായ ഉദുമയിൽ ഇത്തവണ അട്ടിമറി സൃഷ്ടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് സുധാകരനെ പോലെ പ്രമുഖനായ ഒരു നേതാവിനെ കളത്തിലിറക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിൽ UDF നേരിയ ലീഡ് നേടിയിരുന്നു. ഈ ആത്മവിശ്വാസമാണ് സുധാകരനും UDFനും കരുത്തു പകരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. അനധികൃത കെട്ടിടത്തിന് നികുതി വാങ്ങാത്തതിന് പഞ്ചായത്ത് ജീവനക്കാരനെ മർദ്ദിച്ചതിനെതിരെ പ്രതിഷേധ പ്രകടനം. ചെങ്കള പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് PP സുരേഷിനെയാണ് മർദ്ദിച്ചത്. വിവിധ NGO സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം നടന്നത്. ചെർക്കളയിലെ മുജീബാണ് സുരേഷിനെ മർദ്ദിച്ചത്. ചെർക്കളയിലെ പുറമ്പോക്കിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ നികുതി അടക്കാനാണ് മുജീബ് എത്തിയത്. 3 വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടം അനധികൃതമാണെന്ന് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കെട്ടിടത്തിന് അംഗീകാരമില്ലാത്തതിനാൽ നികുതി വാങ്ങാനോ കച്ചവട ലൈസൻസ് നൽകാനോ പറ്റില്ലെന്ന് സുരേഷ് പറഞ്ഞതോടെ ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് വിവിധ NGO സംഘടനകളുടെ നേതൃത്വത്തിൽ DDP ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇന്നലെ ചെങ്കള പഞ്ചായത്തിൽ ജോലി ചെയ്യും ജീവനക്കാരനെ ഓഫീസിന്റെ അകത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ K രമേശൻ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VC മാത്യു, SCU നേതാവ് OM ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു. KP ഗംഗാധരൻ, KV രമേശൻ, ചന്ദ്രശേഖരൻ, B വിജേഷ്, സുരേഷ് കൊട്രച്ചിൽ, ജയപ്രകാശ് ആചാര്യ, ശശികുമാർ, വത്സല, പ്രസീത എന്നിവർ നേതൃത്വം നൽകി. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളി വിഭാഗം സംഘടിപ്പിക്കുന്ന പുസ്തക പ്രകാശനവും ഉപരിപഠന ബോധവൽക്കരണ ക്ലാസും മാർച്ച് 30 ബുധനാഴ്ച നടക്കും. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മലയാളം വിദ്യാർത്ഥികൾ തയ്യാറാക്കി വരുന്ന മാസികയുടെ വാർഷിക പതിപ്പായ പാസ്വേഡ് മാധവൻ പുറച്ചേരി പ്രകാശനം ചെയ്യും. ഹയർ സെക്കൻഡറി വിഭാഗം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ശരത് രാഘവൻ രചിച്ച ഇംഗ്ലീഷ് കവിതാ സമാഹാരം ദ ലാസ്റ്റ് പെറ്റൽസ് KP വിജയൻ മാസ്റ്റർ പുറത്തിറക്കും. രതീഷ് പിലിക്കോട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തും. മുഖ്യാതിഥിയായി ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി മാനേജർ K മൊയ്തീൻകുട്ടി ഹാജി പങ്കെടുക്കും. 11 മണിക്ക് ബോധവൽക്കരണ ക്ലാസ് കരിയർ ഗൈഡൻസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അനിൽ ബോസ് നയിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ തയ്യാറാക്കിയ പാസ്വേഡ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കവി മാധവൻ പുറച്ചേരി പ്രകാശനം ചെയ്യും. ഏറ്റുവാങ്ങുന്നത് സുറാബാണ്, നോവലിസ്റ്റ്. ശരത്തിൻ്റെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം ദ ലാസ്റ്റ് പെറ്റൽ പ്രകാശനം ചെയ്യുന്നത് വിജയം മാഷാണ്. ഏറ്റുവാങ്ങുന്നത് സ്കൂൾ യൂണിയൻ ചെയർമാൻ കൂടിയായ അമൽ റോയാണ്. വാർത്താ സമ്മേളനത്തിൽ ശരത് രാഘവൻ, സുലൈമാൻ ബാദുഷ, KV രഘുനാഥൻ, M ബാലഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. OBC പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് മൂവാരി മുഖാരി സമുദായക്കാർ വോട്ട് ബഹിഷ്കരിക്കും. വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത്. OBC പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് മൂവാരി മുഖാരി സമുദായക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് സംസ്ഥാന നേതാക്കൾ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 1 ലക്ഷത്തിലധികം വോട്ടർമാർ ഈ സമുദായത്തിലുണ്ടെന്നും പല മണ്ഡലങ്ങളിലും വിജയത്തെ അട്ടിമറിക്കാൻ പോലും ശേഷി തങ്ങളുടെ വോട്ട് ബാങ്കിനുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. സമരത്തിൽ കൂടിയും അതുപോലെ തന്നെ നിവേദനത്തിൽ കൂടിയും ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഈ കേരളത്തിൽ ഞങ്ങളുടെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാറി വരുന്ന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല.
പല പ്രാവശ്യവും ഞങ്ങൾ ഇതിനു വേണ്ടി നിവേദനങ്ങളും കാര്യങ്ങളും പ്രക്ഷേപങ്ങളും കാഞ്ഞങ്ങാട് ഉൾപ്പെടെ അല്ലെങ്കിൽ തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൻ പ്രകടനത്തോടു കൂടിയുള്ള പ്രതിഷേധം ധർണാ സമരം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരു തരത്തിലും ചെവി കൊള്ളാത്ത രീതിയിലാണ് ഈ സമുദായത്തെ തഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ വ്യാപക സമരം നടത്തിയപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുകയും ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായും എന്നിട്ടും ഫലമുണ്ടായില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ, കുഞ്ഞിരാമൻ എക്കാൽ, CV വസന്തകുമാർ, നാരായണൻ കാട്ടുകുളങ്ങര, രവീന്ദ്രൻ കോയ്യാടൻ, KV രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കർണാടക നാടക അക്കാദമി കലാസംഗമ പ്രതിഷ്ഠാനവുമായി സഹകരിച്ച് കന്നഡ നാടകമായ നാഗമണ്ഡല അരങ്ങിലെത്തിച്ചു. പുലിക്കുന്ന് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ലോക നാടക ദിനത്തോടനുബന്ധിച്ചായിരുന്നു നാടകം അരങ്ങേറിയത്. ഉടുപ്പി രംഗഭൂമിയുടെ നാഗമണ്ഡല എന്ന നാടകം രചിച്ചത് പ്രശസ്ത നാടക പ്രവർത്തകനും ചലച്ചിത്ര താരവുമായ ഗിരീഷ് കർണാടാണ്. HP രവിരാജ് സംവിധാനം ചെയ്ത നാടകം ആസ്വദിക്കാൻ നിരവധി പേരാണ് പുലിക്കുന്ന് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നത്. നാടക പ്രവർത്തകൻ പ്രദീപ് ചന്ദ്ര കൂത്തുപടി ഉദ്ഘാടനം ചെയ്തു. ಕೇವಲ ನಾಟಕ ಅಭಿನಯಿಸಿ ಹೋಗುವುದು ಅಲ್ಲಿ ಅಷ್ಟೇ ಅಲ್ಲ, ಅಲ್ಲಿಂದ ಆ ಪಾತ್ರದ ಹಿಂದಿನ ಗುಣಲಕ್ಷಣವನ್ನ ಕಲಿತ ಹೋದಾಗ ನಮ್ಮ ಬದುಕು ಗಟ್ಟಿಕೊಳ್ಳಲಿಕ್ಕೆ ಆಗುತ್ತೆ ಅಂತ ನನ್ನ ಎಳೆಯದಲ್ಲೇ ಕೇಳ್ತಾ ಬಂದವ ನಾನು. ನಿಜವಾಗಿ ಹೌದು, ನಮ್ಮ ನಿಲುವನ್ನ ಗಟ್ಟಿಗೊಳಿಸ್ತದೆ, ಮನುಷ್ಯ ಸಂಬಂಧವನ್ನ ಗಟ್ಟಿಯಾಗಿ ಬೆಸೆಯುತ್ತದೆ ಈ ಕಲೆ. S ജഗന്നാഥ ഷെട്ടി കുമ്പള അധ്യക്ഷത വഹിച്ചു. ഉമേഷ് M ശാലിയൻ, രത്നാകര മുല്ലമൂല, അബ്ദുൾ റഹ്മാൻ, K നരേന്ദ്രനാഥ്, KS ജയപ്രകാശ്, P മുരഹരി, ദിവാകരൻ അശോക് നഗർ, ഭാരതി ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫാത്തിമയ്ക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. റോഡ് ടാറിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പേരിലാണ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവുമായ ഫാത്തിമയെ കയ്യേറ്റം ചെയ്തത്. BJP അണികൾ ആക്രമിച്ചു എന്നാരോപിച്ചാണ് ലീഗ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കല്ലേറിൽ പരിക്കേറ്റ ഫാത്തിമ ആശുപത്രിയിലാണ്. ഇവർക്കെതിരെ കേസെടുക്കാനോ ആക്രമികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. പ്രതികളെ പോലീസ് സഹായിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. BM മുസ്തഫ, ഗോൾഡൻ റഹ്മാൻ, മജീദ് തച്ചമ്പള, താഹിർ ഉപ്പള എന്നിവർ നേതൃത്വം നൽകി. ഉപ്പള ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട പ്രകടനം കൈക്കമ്പ വഴി ചുറ്റി വീണ്ടും ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപകന്റെ സ്നേഹസമ്മാനമായി വിദ്യാലയ മുറ്റത്ത് ഗാന്ധി പ്രതിമ ഒരുങ്ങി. പ്രതിമ നിർമ്മിച്ചതാകട്ടെ ഇതേ വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകനും. കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ മുറ്റത്താണ് രാഷ്ട്രപിതാവിന്റെ പൂർണ്ണകായ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങളുടെ സേവനത്തിനു ശേഷം കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ നിന്നും വിരമിക്കുകയാണ് പ്രധാനാധ്യാപകനായ KP രവീന്ദ്രൻ. പടിയിറങ്ങുമ്പോൾ വിദ്യാലയത്തിന് എന്തെങ്കിലും സ്നേഹസമ്മാനം നൽകണമെന്ന ആഗ്രഹം അദ്ദേഹം തൻ്റെ സഹാധ്യാപകനായ CP വാസുദേവൻ നമ്പൂതിരി മാസ്റ്ററോട് പങ്കുവച്ചു. അങ്ങനെയാണ് രാഷ്ട്രപിതാവിൻ്റെ ശില്പം അക്ഷരമുറ്റത്ത് ഒരുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ തന്നെ കോൺക്രീറ്റ് ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ശ്രദ്ധേയനായ വാസുദേവൻ നമ്പൂതിരി മാസ്റ്റർ പൂർണ്ണമായും കോൺക്രീറ്റിലാണ് പ്രതിമ നിർമ്മിച്ചത്. 12 അടി ഉയരമുണ്ട്. പ്രവൃത്തി ദിനങ്ങളിൽ ക്ലാസ് സമയം നഷ്ടമാകാതെ ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പ്രതിമ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഗാന്ധിജിയുടെ എളിമയും ലാളിത്യവും ചിത്രീകരിക്കുന്ന ഒരു ശില്പമാണിത്. സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ എന്തായാലും വളരെ അഭികാമ്യം ആയത്
കൊണ്ടാണ് ആ ശില്പം തന്നെ ചെയ്യാൻ തയ്യാറായത്. പിന്നെ എന്താ പറയുക, കയ്യിലുള്ളത് ഭഗവത്ഗീതയാണ്. ഗീതയുടെ ജ്ഞാനം ഈ ലോകത്തിന് തന്നെ അതിൻ്റെ അന്തസത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി തയ്യാറായിട്ട് അതിൻ്റെ ഒരു ആമുഖ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ളൊരു ദൃശ്യമാണിത്. തീർച്ചയായിട്ടും ആ ഭഗവത്ഗീതയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗാന്ധിജി നേരത്തെ ഇതേ വിദ്യാലയമുറ്റത്ത് വാൽമീകി ശില്പവും വാസുദേവൻ മാസ്റ്റർ നിർമ്മിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ എളിമയും ജീവിത സന്ദേശവും കുട്ടികൾക്ക് എന്നെന്നും വെളിച്ചമാകണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഗാന്ധിയുടെ പ്രതിമ എന്ന ആശയത്തിലേക്ക് രവീന്ദ്രൻ മാസ്റ്ററും വാസുദേവൻ മാസ്റ്ററും എത്തിച്ചേർന്നത്. ഈ മാസം 31 വൈകുന്നേരം 5 നടക്കുന്ന ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ശ്രീധരൻ മാസ്റ്റർ പ്രതിമ അനാച്ഛാദനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടി സർക്കാർ കൊള്ളസംഘമായി മാറിയതായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി കേരളത്തെ തകർത്തതായും പിണറായി. കോൺഗ്രസ് സാധ്യതാ പട്ടിക പുറത്തുവിട്ടു. പുതുമയിൽ സുധാകരൻ തന്നെ. വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രോജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന്റെ സമഗ്ര വികസനം. LDFന്റെ നേതൃത്വത്തിൽ ധർണാ സമരം. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kaserkodchannel.com. നമസ്കാരം.